ഇന്ന് യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5 അധ്യായങ്ങളുള്ള ഒരു കൊച്ചു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. പുതിയ നിയമ ലേഖനങ്ങളിൽ ആദ്യം എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നത്, കരുതപ്പെടുന്നത് യാക്കോബിൻ്റെ ലേഖനമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായമാകുമ്പോഴേക്കും ജാതികളിൽ നിന്ന് ഒരു വിഭാഗം രക്ഷിക്കപ്പെടുന്നതും സഭയോടടുത്തു വരുന്നതുമായി കാണാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ എബ്രായനായ ഒരു ക്രിസ്ത്യാനി എബ്രായർക്ക് വേണ്ടി, എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ് എന്ന് കാണാം. 2, ജാതികളിൽ നിന്ന് ക്രിസ്തുവിങ്കിലേക്ക് വേർതിരിച്ചവരെക്കുറിച്ച് കാര്യമായതൊരു സൂചനയും ഇതിനകത്തില്ല. അതിൻ്റെ അർത്ഥം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന് മുന്നമേ എഴുതപ്പെട്ട പുസ്തകമാണ് യാക്കോബിൻ്റെ പുസ്തകം. അതുകൊണ്ടാണ് പുതിയ നിയമ ലേഖനങ്ങളിൽ ആദ്യമായി എഴുതപ്പെട്ടത് യാക്കോബിൻ്റെ ലേഖനമാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ പൊതു ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ പൊതു സംക്ഷേപം പ്രവൃത്തിയും വിശ്വാസവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന ആശയമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമേ അല്ല, അത് നിർജീവമാണ്. കേവലം പ്രവൃത്തി മാത്രം വന്നാൽ അതിനകത്ത് അർത്ഥമില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതിനൊന്നിനും പ്രയോജനമില്ല. ആകയാൽ വിശ്വാസം പ്രവൃത്തികളാൽ വെളിവാക്കുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പൊതു ലക്ഷണം അല്ലെങ്കിൽ ഇതിൻ്റെ പൊതു ആശയം. വിശ്വാസം പരീക്ഷയെ നേരിടും. വിശ്വാസം നാവിനെ നിയന്ത്രിക്കും. വിശ്വാസം ജഡിക ഇച്ഛകളെ കീഴടക്കും. വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ വരവിന് ആവശ്യമായ പ്രത്യാശ തരും. അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കും. ഇത്രയും ആശയങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ? യേശുക്രിസ്തുവിൻ്റെ സഹോദരനാകുന്ന യാക്കോബ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ അമ്മയിൽ നിന്ന് ജനിച്ച മകനെന്നാകണമെന്നില്ല. യേശുവിൻ്റെ പിതാവിൽ നിന്ന് തന്നെ ജനിച്ച മകനാകണമെന്നുമില്ല, ആയിക്കൂടുന്നുമില്ല. യേശുവിൻ്റെ ഫസ്റ്റ് കസിൻസിൽ ഒരാളോ അല്ലെങ്കിൽ യേശുവിൻ്റെ മാതാപിതാക്കളോട് തൊട്ടടുത്തവരുടെ മക്കളോ എന്നുവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ ഒരാശയത്തിലാണ് യേശുവിൻ്റെ സഹോദരൻ എന്ന വാക്ക് പലപ്പോഴും ഞാൻ എടുക്കാറുള്ളത്. 4 യാക്കോബന്മാർ പുതിയ നിയമത്തിലുണ്ട്. 4 യാക്കോബുമാർ പുതിയ നിയമത്തിലുണ്ട്. അതിലധികവും കണ്ടെന്നു വരാം. യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് എന്നൊരാളിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹമായിരിക്കണം ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്? AD 46-നും 49-നും ഇടയിൽ ഇത് എഴുതി തീർത്തു എന്നാണ് കരുതുന്നത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ മുമ്പേ ഇത് എഴുതിയതായിരിക്കണം. ജാതികളിൽ നിന്ന് ആരെങ്കിലും യെരുശലേമിൽ വന്നതായി അല്ലെങ്കിൽ സഭയിലേക്ക് വന്നതായി രേഖയില്ല. അതുകൊണ്ട് AD 46-നും 49-നും ഇടയിൽ ഇത് എഴുതി എന്ന് കരുതുന്നു. ഇത് യെരുശലേമിൽ വെച്ച് തന്നെ എഴുതിയ ലേഖനമായിരിക്കണം. കാരണം യെരുശലേമിലെ സഭയെയും യെരുശലേമിലെ കാര്യങ്ങളെയുമാണ് ഇത് പൊതുവെ പശ്ചാത്ഭാഗമായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ താക്കോൽ ആശയം എന്താണ്? താക്കോൽ ആശയം പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രായോഗികത, ഇതാണ് ഇതിൻ്റെ ആശയം. താക്കോൽ വാക്യമായി ഉപയോഗിച്ചിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ദയവായി നോക്കാം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഇവിടെ ഇതിനകത്തെ ക്രിസ്തുവിനെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നത് മുതൽ താക്കോൽ വാക്യങ്ങളിൽ പലതും ചിത്രീകരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ദയവായി ഒന്ന് നിർത്തി വായിക്കാമോ? നമുക്കത് ചിന്തിച്ചു പോകാം. 1-ാം അധ്യായം 19 മുതൽ 23 വരെ ഒന്നുകൂടെ നിർത്തി പോകാമെങ്കിൽ നമുക്കത് ചിന്തിക്കാം.
പ്രിയ സഹോദരന്മാരെ, ഒന്ന്, ഇത് പ്രിയ സഹോദരന്മാർക്ക് എഴുതുന്നതാണ്. ഞാൻ മുന്നമേ തന്നെ പറഞ്ഞു, യഹൂദനായി യഹൂദ ക്രിസ്ത്യാനിയായ ഒരുവൻ യഹൂദ ക്രിസ്ത്യാനികളായവർക്ക് എഴുതുന്നത് അത്രേ സഹോദരന്മാരെ. പിന്നെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ. നിങ്ങളത് അറിയുന്നുവല്ലോ. ചില കാര്യങ്ങൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് അറിയുന്നുവല്ലോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുവല്ലോ. വായിച്ചു. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും. ചില നല്ല സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വേണം. അതൊന്ന് പറയട്ടെ. കേൾപ്പാൻ വേഗത, ഇതൊരു നല്ല സ്വഭാവമാണ്. നമ്മൾ ആരെങ്കിലും നമ്മോട് സംസാരിക്കുമ്പോൾ ഗൗരവമായി ശ്രദ്ധ വയ്ക്കുന്നെങ്കിൽ മാത്രമേ ആ കേൾക്കുന്നത് വേഗത്തിൽ ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരാകണം, അറിയുവാൻ താല്പര്യമുള്ളവരാകണം. നമ്മോട് പറയുന്നത് ഗ്രഹിച്ചേ മതിയാകെയുള്ളൂ. കേൾപ്പാൻ വേഗതയുള്ളവരും അതേസമയം പറവാൻ താമസം വേണം. ദേഷ്യത്തിന്, കോപത്തിന് പെട്ടെന്നൊന്നും ചാടിക്കേറി പറയരുത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു അബദ്ധം അതാണ്, എടുത്തുചാട്ടം. എല്ലാത്തിനും വേഗത കൂടുതലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എടുത്തുചാടി പെട്ടെന്ന് മറുപടി പറയുക. അതൊരു ദുസ്വഭാവമാണ്, കൊള്ളുകയില്ലാത്തൊരു സ്വഭാവമാണ്. നല്ല വിശ്വാസം അതിനേക്കാൾ ഉന്നതമായ നന്മയിലേക്ക് നമ്മെ നടത്തും. പറവാൻ താമസമുള്ളവരായിരിക്കണം. പിന്നെ കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കും. കോപത്തിന് വളരെ താമസം ഉണ്ടായിരിക്കണം. കാര്യം കോപിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ മറുപടി പറഞ്ഞു പോകുന്നത്. പിന്നെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഇതൊരു വലിയ തത്വമാണ്. മനുഷ്യൻ കോപിച്ചാൽ ദൈവം പ്രവർത്തിക്കുവാൻ താമസിക്കും, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുകയില്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യുകയില്ല. ദൈവപ്രവൃത്തി എൻ്റെ കൈകൊണ്ട് നടക്കാതെ വരും. ഞാൻ പെട്ടെന്ന് കോപിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കഴിയുകയില്ല. അടുത്ത പദം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. നിങ്ങളുടെ ആത്മാക്കൾക്ക് കൊള്ളാവുന്ന, നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്നതായ സൗമ്യതയുടെ വചനം, സൗമ്യതയുടെ വചനം, അതാണ് യേശു. ക്രിസ്തുവിനെ വചനമായി ഒരളവിൽ, ഒരു രൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കുക. ആ സൗമ്യതയുടെ വചനമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. സൗമ്യതയുള്ളവരായിരിപ്പീൻ എന്ന് വേറൊരർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയാം. രണ്ടാമത്തെ താക്കോൽ വാക്യം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദയവായി നോക്കാമോ? 2-ാം അധ്യായം 14 മുതൽ 17 വരെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷേ അതിന് യോജിച്ചതായ പ്രവൃത്തി അവനിലില്ലെങ്കിൽ അവൻ്റെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? യേശു വളരെ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുവാനാണ് യേശു പലപ്പോഴും താല്പര്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത്. തോട്ടത്തിൻ്റെ യജമാനൻ്റെ താല്പര്യം, ഉടമസ്ഥൻ്റെ താല്പര്യം ഫലമില്ലാത്ത വൃക്ഷത്തെ തോട്ടത്തിൽ നിർത്തി തോട്ടത്തിനെ വൃത്തികേടാക്കരുത്, തോട്ടത്തിൻ്റെ ആ ഫലം നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ തോട്ടത്തെ പാഴാക്കി കളയരുത്. ഫലമില്ലാത്ത വൃക്ഷത്തെ എടുത്തു കളഞ്ഞ ശേഷം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ അവിടെ കൊണ്ടുവയ്ക്കണമെന്ന ആണ്. പക്ഷേ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ്റെ താല്പര്യപ്രകാരം 1 വർഷം കൂടെ കിളച്ച് വളമിടാമെന്ന് പറഞ്ഞ് നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. ദയവായി ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഒരുത്തന് വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഫലം കായ്ക്കുന്നില്ല, പ്രവൃത്തികൾ ഇല്ല എങ്കിൽ പിന്നെ ആ വിശ്വാസം കൊണ്ടുള്ള പ്രയോജനം എന്തുവാണ്? നിഷ്പ്രയോജനമായ വിശ്വാസം, നിർജീവമായ വിശ്വാസം. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുകയില്ല. ഇതൊരു പ്രധാന തത്വമാണ്. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന പദത്തെ തുടർന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ രക്ഷ പ്രാപിച്ചു എന്നൊരാശയം, ഒരു തെറ്റായ ആശയം മനുഷ്യൻ്റെ ഇടയിൽ കടന്നിട്ടുണ്ട്. ഇല്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്താൽ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. പ്രവർത്തിക്കുവാൻ അവസരം തരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം ലഭിക്കുന്നവരുടെ കാര്യമാണ്. ക്രൂശിലെ കള്ളൻ എന്ത് പ്രവൃത്തി ഉണ്ടായിരുന്നു? സ്നാനപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നവർ കാണാം. അവന് പ്രവർത്തിക്കുവാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചെയ്തേനേമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സത്യത്തിൽ യേശുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നതെങ്കിൽ അവനാണ് യേശുവിനോട് ചേർന്നത്. അവൻ അക്ഷരീകമായി യേശുവിനോടുകൂടെ മരിച്ചു, അക്ഷരീകമായി യേശുവിനോടുകൂടെ അടക്കപ്പെട്ടു, അക്ഷരീകമായി യേശുവിനോടുകൂടെ പറുദീസയിലിരുന്നു. അങ്ങനെയാണെങ്കിൽ അവനാണ് സാക്ഷാൽ സ്നാനപ്പെട്ടവൻ. എന്നാൽ നമുക്ക് വെള്ളത്തിലെ സ്നാനത്തിന് അവസരം ലഭിക്കുന്നതിനാൽ അത് ചെയ്തേ മതിയാകുള്ളൂ.
വിശ്വാസം പ്രവൃത്തിയില്ലാത്തതാണെങ്കിൽ അതിൽ തന്നെ നിർജീവമാണ്, പ്രയോജനമുള്ളതല്ല. നിനക്ക് പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അത്തരം വിശ്വാസം കൊണ്ട് ആരും രക്ഷ പ്രാപിക്കുന്നില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് പ്രവൃത്തിയോടു കൂടിയ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കണം. വിശ്വാസം പ്രവൃത്തിയാൽ വെളിവാകണം. താവോട്ട്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്നു പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? ഒരു സഹോദരന് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സഹോദരനെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിപ്പാനുള്ള പ്രവൃത്തി നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം. നമ്മുടെ നിത്യത വരെ എല്ലാ വിഷയത്തിലും പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള കരുത്ത് തരുന്നത് വിശ്വാസമാണ്. കേവലം പ്രവൃത്തി കൊണ്ട് മാത്രം ഒരുവന് പ്രയോജനം വരുന്നില്ല. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് ചേരണം എന്ന ആശയമാണ് ഇവിടെ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ കൊണ്ടുവരുന്നത്. ഇതിലെ താക്കോൽ അധ്യായം 1-ാമത്തെ അധ്യായമാണ്. അത് താക്കോൽ അധ്യായമാണ്. ഞാനിതിനെ തുടർന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലേക്കും കൂടെ പോകുവാൻ താല്പര്യപ്പെടുന്നു. സത്യത്തിൽ പത്രോസിൻ്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും തമ്മിൽ ആശയത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പൊരുത്തക്കേടില്ല, വ്യത്യാസമുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം സഭയുടെ വെളിയിൽ നിന്ന് സഭയ്ക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെ എങ്ങനെ നേരിടുമെന്നും 2 പത്രോസിൻ്റെ ചിന്താവിഷയം സഭയ്ക്കകത്തു നിന്നുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുമെന്നുമുള്ളതാണ്. നമ്മൾ 1 പത്രോസാണ് ഇതിനോട് ചേർത്ത് പഠിക്കാനായിട്ട് എടുക്കുന്നത്. 5 അധ്യായങ്ങളുള്ള ഒരു ലേഖനമാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം. വെളിയിൽ നിന്നുള്ള പീഡ അനുഭവിക്കുന്ന സഭയെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും പീഡ സഹിക്കേണ്ടതിന് അവരെ ഉറപ്പിക്കേണ്ടതിനുമുള്ള ലേഖനമാണ് 1 പത്രോസിൻ്റെ ലേഖനം. പീഡകൾ കയ്പ് കൊണ്ടുവരാം, പീഡകൾ വളർച്ചയും കൊണ്ടുവരാം. നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അതിൻ പ്രകാരമായിരിക്കും റിസൾട്ട് ലഭിക്കുന്നത്. പീഡകൾ കയ്പ് കൊണ്ടുവരാം, പലപ്പോഴും നമുക്ക് കയ്പുണ്ടാകാം. വളർച്ച കൊണ്ടുവരാം, അതിൻ്റെ മുമ്പിൽ ദൈവഹിതപ്രകാരം നാം പ്രതികരിക്കുന്നുവെങ്കിൽ പീഡകളുടെ മുമ്പിൽ വളർച്ച ഉണ്ടാകും. വളർച്ച കൊണ്ടുവരാം, തളർച്ച കൊണ്ടുവരാം, കയ്പ് കൊണ്ടുവരാം. നമ്മുടെ പ്രതികരണത്തിന് ഒത്തവണ്ണമായിരിക്കും എന്നാണ് പത്രോസ് പറയുന്നത്. ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചവനായി ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ കാണുവാൻ കഴിയും. ക്രിസ്തുവിനെ എങ്ങനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്? ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് 1, ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചവനാണ്. ആകയാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവവും മനോഭാവവും നമ്മിൽ ഉണ്ടായിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ഓദർ ആര് എന്ന ചോദ്യം കൂടെ അവിടുന്ന് കവർ ചെയ്തു വരും. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പിന് ഒത്തവണ്ണം ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതരുമായവർക്ക് എഴുതുന്നത്. വൃതന്മാർക്ക് വേണ്ടി, വൃതരായവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. സത്യത്തിൽ യഹൂദ ക്രിസ്ത്യാനികളെയാണ് പത്രോസ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. പത്രോസ് യഹൂദ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ പരിച്ഛേദനക്കാരുടെ അപ്പോസ്തലനായിരുന്നുവെന്നാണ് ദൈവവചനം തന്നെ പറയുന്നത്. യഹൂദജാതിയിൽ നിന്നും ക്രിസ്തുവിങ്കിലേക്ക് വന്നവരെ ഭരിക്കേണ്ടതിനുള്ള അപ്പോസ്തലത്വത്തിൻ്റെ ആത്മാവിനാലാണ് ദൈവം പത്രോസിനെ മുദ്രയിട്ടത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ എഴുതുന്ന ലേഖനമാണിത്. പീഡയെ നേരിടുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവവും മനോഭാവവും നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെ എടുത്ത് പറയുന്നതായി കാണാം. ഇനി 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 2:12. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ, ജാതികളുടെ നടുവിൽ നിങ്ങൾ നടക്കുമ്പോൾ, രക്ഷിക്കപ്പെടാത്തവരുടെ നടുവിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ നടപ്പ് പ്രയോജനപ്പെടുന്നതായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം ഉണ്ടാക്കുന്നതായിരിക്കണം എന്നിത്യാദികളെ ആശയങ്ങൾ കൊണ്ട് ഈ പുസ്തകം നിറഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ? ക്രിസ്തു ശിഷ്യന്മാരിൽ പ്രമാണിയും അപ്പോസ്തലനുമായ പത്രോസാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 3 പേരുണ്ട്: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഇതിനകത്തെ തൂണുകളായി എണ്ണപ്പെട്ടവരിൽ പ്രമാണിയായ പത്രോസിൻ്റെ ലേഖനമാണിത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസാണ്.
ഈ പത്രോസ് ജാതികൾക്ക് വേണ്ടിയല്ല, പകരം യഹൂദന്മാർക്ക് വേണ്ടിയാണ് അഭിഷക്തനായത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ദയവായി നോക്കാമോ? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഫലമേൽപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലൂസിനെ കർത്താവ് വിളിച്ച ശേഷം തന്നെ നിയമിക്കുമ്പോൾ ജാതികൾക്ക് എൻ്റെ വചനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇസ്രയേലിനും ജാതികൾക്കും രാജാക്കന്മാരുടെ മുമ്പിൽ വരെ എൻ്റെ വചനം കൊടുക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണെന്ന് പറഞ്ഞ് പൗലൂസിനെ വേർതിരിച്ച ചരിത്രം നമുക്കറിയാം. ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് പറയുകയാണ്, എന്നെ ഇന്ന് നിയമിച്ചിരിക്കുന്നത് ജാതികളുടെ ഇടയിലെ സുവിശേഷീകരണമാണ്. എന്നാൽ യഹൂദൻ്റെ ഇടയിലെ സുവിശേഷീകരണത്തിനു വേണ്ടി, പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷീകരണത്തിനു വേണ്ടി ദൈവത്തിൻ്റെ അഭിഷേകമുള്ളത് പത്രോസിൻ്റെ മേലാണ്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചവനാണ്. രണ്ടാമത്തെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ദീർഘമായ ഭാഗം നമ്മൾ വായിക്കുന്നില്ല. 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാം തന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. കൊർന്നല്യോസ് ജാതികളിൽ ഒരുവനായിരുന്നു. യഹൂദനല്ലാതിരുന്ന ജാതികളിൽ ഒരുവനായിരുന്ന കൊർന്നല്യോസിനെ ദൈവസഭയിലേക്ക് ആകർഷിക്കുവാനും തന്നെയും തൻ്റെ കുടുംബത്തെയും സ്നാനമേൽപ്പിക്കേണ്ടതിനുമായി ദൈവം അങ്ങോട്ടയച്ച, അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകേണ്ടതിന്, സുവിശേഷം നൽകേണ്ടതിന് ദൈവം അങ്ങോട്ടയച്ച ദൈവിക ഭക്തനും അഭിഷക്തനുമായിരുന്നു പത്രോസ്. ആ പത്രോസ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമാണി, അപ്പസ്തോലന്മാരിൽ പ്രമാണി, സഭയുടെ നടുന്തൂണുകളിലായവരിൽ ഒരുവൻ എന്നിങ്ങനെ ഒരുപാട് ക്വാളിറ്റി അദ്ദേഹത്തെക്കുറിച്ച് കാണാം. ആ പത്രോസാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പൂർണ്ണമായും വിശ്വസിക്കപ്പെടുന്നു. കാര്യം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ പറഞ്ഞു പത്രോസാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നിനി നമുക്ക് ചിന്തിക്കാം. AD 64 മുമ്പേ ഇത് എഴുതി എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ബാബിലോണിൽ നിന്നുമാണ് ഇത് എഴുതിയത്. 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചാൽ ബാബിലോണിൽ നിന്നാണ് എഴുതിയതെന്നതിൻ്റെ സൂചന കാണാം. 5:13 നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മർക്കോസിനെ കുറിച്ച്, മർക്കോസിന്റെ സുവിശേഷത്തോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം ശിഷ്യന്മാർ വന്നുകൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു വീടുണ്ട്. മറിയയുടെ വീട് എന്നതിനെ വിളിക്കുന്നുണ്ട്. ആ വീട്ടിലെ മകനായിരുന്നു മർക്കോസ്. പത്രോസ് ആ വീടുമായി വളരെ അടുത്ത് കഴിഞ്ഞവനാണ്. ആദിമ ക്രിസ്തീയ സഭ അവിടെയാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഒരു പള്ളി എന്ന വണ്ണം ആദ്യമായി ഉപയോഗിച്ച ഭവനം അതായിരുന്നുവെന്ന് കരുതുന്നു. യേശുവിന് പെസഹ ആചരിപ്പാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിരുന്ന മുറിയും അതുതന്നെയായിരുന്നു എന്നാണ് കരുതുന്നത്. അതിന്നും ക്രിസ്ത്യാനിയുടെ പൊതുസമ്പത്താണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മകനായ മർക്കോസ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുമ്പോൾ ബാബിലോണിലെ സഭ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ബാബിലോണിലെ സഭയിൽ ഇരുന്നു കൊണ്ടായിരിക്കണം ഇത് എഴുതിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. AD 64 മുന്നമേ ബാബിലോണിലെ സഭയിൽ ഇരുന്നു കൊണ്ട് എഴുതിയതായ ഒരു ലേഖനമാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം. AD 64 വലിയ പീഡ യഹൂദൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് 64 മുമ്പേ ഇത് എഴുതിയെന്ന് പറയുന്നത്. കാരണം യഹൂദൻ ഉണ്ടാകുന്ന വലിയ പീഡയെക്കുറിച്ച് ഇതിനകത്ത് റെഫറൻസ് ഒന്നുമില്ല. AD 64 നീറോയുടെ കീഴിൽ അവർക്ക് വലിയ പീഡയുണ്ടായത്. അതിനു മുന്നമേ ഈ ലേഖനം എഴുതി തീർത്തു. ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ എന്തു പറയുന്നു? യേശുക്രിസ്തുവിനോട് ഏറ്റവും അടുത്തിടപെട്ടതായി ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ പ്രമാണികളിൽ ഒരാളായിരുന്നു പത്രോസ്. ഒരുപക്ഷെ യോഹന്നാനായിരിക്കാം യേശുവിനെ അതിനേക്കാൾ കൂടുതൽ അടുത്തറിഞ്ഞത്. എന്നാൽ ആ കൂട്ടത്തിലെ പ്രമാണികളിൽ ഒരുവനായിരുന്നു പത്രോസ്. പത്രോസിന് യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുവാൻ കാണും. അങ്ങനെ പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ ദയവായി വായിക്കാം. ജീവനുള്ള പ്രത്യാശ എന്ന് നമുക്കവിടെ കാണാം. ജീവനുള്ള പ്രത്യാശയായ ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ
അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ജീവനുള്ള പ്രത്യാശ നമുക്ക് തന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ജീവനുള്ള പ്രത്യാശ എന്ന് ഈ വാക്യങ്ങൾ ചിത്രീകരിക്കുന്നു. 1:9 പറഞ്ഞു തീരാത്ത സന്തോഷം തരുന്നവൻ, മഹിമയുള്ള സന്തോഷം തരുന്നവൻ എന്ന രണ്ടാശയങ്ങൾ കാണാം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് മഹിമയുള്ളതും പറഞ്ഞു തീരാത്തതുമായ സന്തോഷം നൽകുന്നത് ക്രിസ്തുവാണ്. ആ സന്തോഷദായകൻ എന്ന് പറയുന്നു. ഇവിടെ ഒരു പദം കൂടെ ഒന്ന് തൊട്ടുപോകുന്നത് കൊള്ളാം. ദയവായി 9-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? മറ്റൊരു കാര്യം കൂടെ തൊട്ടുപോകേണ്ടതിനാ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. നമ്മുടെ വിശ്വാസം എവിടം വരെയാണ്? ആത്മരക്ഷ പ്രാപിക്കുന്നത് വരെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. പല കാര്യങ്ങളുണ്ട്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്, ദയവായി തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെടും എന്ന് ഭാവികാല രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ഭാവികാല പ്രയോഗമാണ്. 1-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ എഴുതി കാണുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തിമമായ രക്ഷ. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് അവസാനമായി നമുക്ക് രക്ഷ ലഭിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസം നമ്മെ നയിക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ അന്തം വരെ നമ്മൾ എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ വിശ്വാസം വഴിയിൽ ചത്തുപോകും. നിർജീവ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, ചത്ത വിശ്വാസമാണ്. അതുകൊണ്ട് ജീവനുള്ളതായ പ്രത്യാശയായി ജീവനുള്ളവനായ ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താൽ പ്രവർത്തിച്ച് നിങ്ങൾ രക്ഷയുടെ പരമാനുതയിൽ എത്തും. എന്നാൽ രക്ഷിക്കപ്പെടുന്നത്, രക്ഷ നമുക്ക് ആരംഭമായി കർത്താവ് തരുന്നത് വിശ്വാസത്താലാണ്, കൃപയാലാണ്. അതിനൊരു വിലയും മുടക്കേണ്ടതില്ല. തുടർന്ന് നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ മുൻനിയമിക്കപ്പെട്ടവരും സൃഷ്ടിക്കപ്പെട്ടവരുമാകയാൽ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ അന്തമായ രക്ഷ നാം പ്രാപിക്കും. മഹിമയുള്ളതും സന്തോഷം തരുന്നതുമായ ഒരു വ്യക്തിയാണ് യേശു എന്ന് കാണാം. 1:18 നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് കാണാം. ദയവായി നോക്കാം. 1 പത്രോസ് 1:18. വ്യക്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രയാകുന്നു. യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ സൗഖ്യദായകൻ എന്ന ആശയം കാണാം. 1 പത്രോസ് 2:24 സൗഖ്യദായകൻ എന്ന ആശയം കാണാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുത്തി. നമുക്ക് സൗഖ്യം തരുന്നവനാണ് യേശു. രോഗശാന്തി ക്രൂശിന്റെ സാധ്യതകളിൽ ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഏറ്റവും വലിയ സാധ്യത പാപമോചനമാണ്. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി യേശു ബലിയാകുകയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശുവിൻ്റെ കാൽവരിയുടെ സഫറിങ്ങും തൻ്റെ രക്തവും കാരണമായി തീരുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ കാൽവരിയുടെ രണ്ടാമതൊരു സാധ്യതയാണ് രോഗശാന്തി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. അടികിട്ടിത്തുടങ്ങിയത് പിടിക്കപ്പെട്ട യേശു ദേവാലയത്തിൻ്റെ അകത്ത് വെച്ചാണ് അടിയേൽക്കപ്പെട്ടു തുടങ്ങിയത്. പക്ഷെ ക്രൂശിൽ വെച്ചും തൻ്റെ ശരീരം മുറിവേറ്റു. അവൻ്റെ അടിപ്പിണരുകളാൽ രക്തത്താൽ നമുക്ക് സൗഖ്യം തരുവാൻ യേശു അടിയേറ്റു എന്ന് കാണാം. യേശു ആണിക്കടിയേറ്റു. യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുകിട്ടി. ഇതെല്ലാം നമ്മുടെ രോഗസൗഖ്യത്തിനായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യവും 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും ചേർന്ന് ചിന്തിച്ചാൽ ആടുകളുടെ ഇടയനും ഉടമസ്ഥനുമാകുന്നു എന്ന് കാണാം. ആടുകളുടെ വലിയ ഇടയനും ഉടമസ്ഥനുമാകുന്നു യേശു എന്ന് കാണാം. 2:25 നമുക്ക് നോക്കാം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ആത്മാക്കളുടെ ഇടയൻ. തീർന്നില്ല, അതിന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകും. ആത്മാക്കളുടെ ഇടയൻ, ആത്മാക്കളുടെ അധ്യക്ഷനാണ്.
ആത്മാക്കളുടെ അധ്യക്ഷൻ, സകലത്തിലും വലിയവൻ. 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ ഇടയൻ മാത്രമല്ല ഇടയ ശ്രേഷ്ഠനാകയാൽ ആത്മാക്കളുടെ ശ്രേഷ്ഠ ഇടയനും അധ്യക്ഷനും എന്ന ആശയത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. 5:4. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന യേശുവിനെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ഇടയശ്രേഷ്ഠൻ എന്നത്രേ, ഇടയന്മാരിൽ ശ്രേഷ്ഠനായവൻ എന്ന് യേശുവിനെ കാണാൻ, ശ്രേഷ്ഠ ഇടയനും ആത്മാക്കളുടെ അധ്യക്ഷനും എന്ന് യേശുവിനെ ചിത്രീകരിക്കുന്നത് കാണാം. ഇതിനകത്തെ താക്കോൽ ആശയം ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുക എന്ന ആശയമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ദയവായി നോക്കാമോ? 2:21. 1 പത്രോസ് 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. ക്രിസ്തു കഷ്ടം സഹിച്ചതുപോലെ നിങ്ങളും കഷ്ടം സഹിക്കുക. അവൻ നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയി. തൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുക, കഷ്ടം സഹിക്കുക എന്ന ആശയം പറയാം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. യേശു ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നീതിമാനായവൻ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ആ സ്വഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 4:1. 4-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. യേശു ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം, ആ പാറ്റേൺ നിങ്ങൾ ആയുധമായി ധരിക്കണം. ആ സ്വഭാവം നിങ്ങൾ ഏറ്റെടുക്കണം. ഏത് സ്വഭാവം? ജഡത്തിൽ കഷ്ടം സഹിച്ച അതേ സ്വഭാവം. അതെ, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ട്. അത് സഹിപ്പാൻ തയ്യാറായേ മതിയാകൂ. അത് സഹിക്കുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കാമോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്നുവെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നിടത്തോളം സന്തോഷിക്ക്. അവന്റെ തേജസ്സിൽ സന്തോഷിച്ചാനന്ദിക്കുവാൻ അത് നമുക്ക് കാരണമായി തീരും. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുക, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന ആശയമാണ് ഇതിലുടനീളം വിശദീകരിച്ചിരിക്കുന്നത്. താക്കോൽ വാക്യങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദയവായി നോക്കാമോ? 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു. ഈ രക്ഷയെ നേരത്തെ ആരാഞ്ഞ് അന്വേഷിച്ചതായ ഒരു കൂട്ടം പ്രവാചകന്മാരുണ്ട്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന രക്ഷയെ ആ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചു. വായിച്ചു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ആ പ്രവാചകന്മാരൊക്കെയും ആരാഞ്ഞു നോക്കി. എന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്? ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. മശിഹിക്ക് കഷ്ടം വരുമെന്നൊന്ന് പറഞ്ഞാൽ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് പ്രവചനങ്ങൾ. അവരുടെ ബുദ്ധിക്ക് നിരക്കാത്ത ചിലതെല്ലാം അവർ പ്രവചിച്ചു വെക്കുകയാണ്. അത് പ്രവചനം ബുദ്ധിക്കൊത്തവണ്ണമല്ല, വിശ്വാസത്തിൽ നിന്ന് വരുന്നത് അത്രേ. താക്കോൽ വാക്യങ്ങൾ ഇതാണ്. അവർ നമുക്ക് വേണ്ടി അത് കുറിച്ചു വെച്ചു. എന്നിത് സംഭവിക്കുമെന്നറിയാതെ അവരിത് എഴുതി വെച്ചു. അവർ ആ കാലഘട്ടത്തെ ആരാഞ്ഞു നോക്കി. 2-ാമത്തെ താക്കോൽ വാക്യം 4-ാം അധ്യായം 12-13 വാക്യങ്ങളാ. 2-ാമത്തെ താക്കോൽ വാക്യങ്ങൾ 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ ദയവായി വായിക്കാമോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്നുവെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നിടത്തോളം സന്തോഷിച്ചോണം. ഓരോ സംഭവങ്ങൾ, ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു അപൂർവ കാര്യം സംഭവിച്ചു.
മുമ്പ് കേട്ടിട്ടില്ലാത്തതുപോലെ ഒരു പ്രശ്നമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിശയിച്ചു പോകരുത്. നോ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നിടത്തോളം സന്തോഷിച്ചു. കാര്യം അതിനകത്ത് ഒരു ദൈവിക മഹിമയുണ്ട് എന്ന് കാണാം. ഇതിൻ്റെ താക്കോൽ അധ്യായം 4-ാമത്തെ അധ്യായമാണ്. താക്കോൽ അധ്യായം 4-ാമത്തെ അധ്യായമാണ്. ഞാനിവിടെ കൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരാശയം പറഞ്ഞു. യാക്കോബിനെയും പത്രോസിൻ്റെ 1-ാം ലേഖനത്തെയും ഇന്ന് തൊടുവാൻ കൃപ തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.